തുടർച്ചയായ 13ാം ദിവസവും ഇറാനിലേക്ക് രൂക്ഷ ആക്രമണം നടത്തിയ അമേരിക്ക. ഹോർമുസിലെ എണ്ണക്കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ആക്രമണമെന്ന് സെൻകോം. വിവിധ ഇടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ഇതുവരെ ലോകം കാണാത്ത വിധമുള്ള ആക്രമണത്തിന് പദ്ധതിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ട് ഇസ്രയേൽ. ആശങ്ക ഉയർത്തി എണ്ണവില വീണ്ടും ഉയരുന്നു. ബാരലിന് വീണ്ടും $100, $120 വരെ എത്തിയേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ചെങ്കടലിൽ സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടത് പുതിയ പ്രതിസന്ധി. സൗദി അമേരിക്ക ആണവ കരാർ പ്രതിസന്ധിയിൽ. ഇസ്രയേലുമായി സൗദി നയതന്ത്ര ബന്ധമുണ്ടാക്കാതെ ഈ നീക്കത്തിനില്ലെന്ന് അമേരിക്ക. സ്വതന്ത്ര പാലസ്തീൻ രാജ്യത്തിൽ വ്യക്തതയുണ്ടാകാതെ ഇസ്രയേലുമായി ധാരണയ്ക്കില്ലെന്ന് സൗദി. CJPയുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തുറന്ന മനസ്സോടെ പങ്കെടുക്കുമെന്ന് CJP വക്താവ് സൗരവ് ദാസ്. ചർച്ച ഉച്ചയ്ക്ക് 12:30. ഡൽഹിയിൽ സുരക്ഷ കൂട്ടി പോലീസ്. സുപ്രീം കോടതി മുന്നറിയിപ്പ് അവഗണിച്ച് ഇന്നും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. 200 പേർ കരുതൽ തടങ്കലിൽ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തെറ്റായി ചിത്രീകരിച്ച് 400ഓളം പാകിസ്ഥാനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. ചോദ്യചോർച്ചയിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പെന്ന പ്രധാനമന്ത്രിയുടെ വാക്ക് പരിഗണിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. കേന്ദ്ര തീരുമാനങ്ങൾ ഗുരുഗ്രാം മെദാന്ത ആശുപത്രിയിൽ നേരിട്ടെത്തി അറിയിച്ച് JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും. സമാധാനപരമായ പ്രക്ഷോഭത്തിനിടെ അക്രമികൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് സോനം വാങ്ചുക്. ഇന്ന് രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം ചെയ്ത് CJP. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് പരാമർശമില്ലാതെ ചോദ്യചോർച്ചയിൽ കർശന നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി വൈകി. കേന്ദ്ര മന്ത്രിസഭ ഇന്ന് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ്. പാർലമെന്റിൽ അടുത്തയാഴ്ച ബിൽ കൊണ്ടുവരും. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് പ്രഹസനമെന്ന് രാഹുൽ ഗാന്ധി. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് മറുപടി എക്സ് പോസ്റ്റ്.